വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഷെഫ് പിള്ളയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള വേണാട് പാൽക്കൊഞ്ചിൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരുണ്ടോ? വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡിഷ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം കുറച്ച് വെളുത്തുള്ളി അല്ലി വേണം. അതിൻ്റെ തൊലിയൊന്നും കളയാതെ വേണം അതെടുക്കാനായിട്ട്. നമുക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതൊന്ന് ചതച്ചെടുക്കണം. ഞാനിതുപോലെ ചെറിയൊരു അമ്മിയിലിട്ടിട്ടാണ് ഒന്ന് ചതച്ചെടുക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തൊന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. അതേപോലെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ചതച്ച മുളകാണ്. അപ്പം ഞാനിവിടെ 4 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് ഫൈൻ പൊടിയൊന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണ്ട കേട്ടോ, നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഇതും നമുക്ക് ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 3/4 കിലോ പ്രോൺസ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കൊഞ്ചാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെയിനൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, നമ്മൾ നേരത്തെ ചതച്ചെടുത്തിട്ടുള്ള ഉണക്കമുളക് അത് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ വരും, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 3 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ കയ്യിൽ ഉണക്കമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. ഇനി നമുക്ക് 15 മിനിറ്റെങ്കിലും മാരിനേറ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കേട്ടോ, പുറത്ത് തന്നെ വെച്ചാൽ മതി. ഈ സമയം കൊണ്ട് നമുക്ക് 3/4 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കണം. ഞാനൊരു പകുതി തേങ്ങയിൽ നിന്നാണ് ഈ ഒരു തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ഫ്രൈങ് പാൻ എടുക്കാം. അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കൊഞ്ച് ഓരോന്നായിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. എല്ലാ കൊഞ്ചും ഞാനിപ്പോൾ നന്നായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മീതെ നമുക്ക് 2 ടീസ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത് വിതറി കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇതിൻ്റെ മീതേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഓരോരുത്തരെയും ഇഷ്ടത്തിനൊക്കെ അനുസരിച്ചിട്ട് അളവിൽ വ്യത്യാസമൊക്കെ വരുത്താട്ടോ. അതിൻ്റെ മീതെ 2 ടീസ്പൂൺ കൂടി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഇതൊന്ന് വറുത്തെടുക്കാം. ഞാനിപ്പോൾ എണ്ണയൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറുവശം കൂടി 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഈ ചെമ്മീൻ നമുക്ക് മുഴുവനായിട്ട് വേവിച്ചെടുക്കണ്ട കേട്ടോ, ഇതൊരു പകുതി മാത്രം നമുക്കിപ്പോൾ വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ചെമ്മീനൊക്കെ ഏകദേശം പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ മീതേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടിയിട്ടുള്ള മിക്സ് അത് നമുക്ക് ഈ ചെമ്മീൻ്റെ മീതേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലിൻ്റെ അളവ് കൂടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ ചെമ്മീനും ഒരുപാട് വെന്ത് പോകരുത്. ഏകദേശം പകുതി വേവാകുമ്പോഴേക്കും തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ തേങ്ങാപ്പാലൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെമ്മീൻ്റെ എല്ലാ ഫ്ലേവറും തേങ്ങാപ്പാലിൽ ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് ഗ്രേവിയോട് കൂട്ടുള്ള കറിയാണ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കുറച്ചും കൂടി ഒന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കാം. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞൊന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 30 സെക്കൻഡ് കൂടി ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വേനാട് പാൽക്കൊഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തുള്ള ഓരോ വെളുത്തുള്ളി ചതച്ചതിൻ്റെ അല്ലി നമ്മൾ എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പോലും ഈ ചെമ്മീൻ്റെ ഫ്ലേവർ ആയിരിക്കും കേട്ടോ. ഷെഫ് പറഞ്ഞതുപോലെ തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും കൂടി ചെമ്മീനിൽ ലയിച്ചങ്ങ് ചേർന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നല്ല സോഫ്റ്റായിട്ട് ജ്യൂസി ആയിട്ടുള്ള വേനാട് പാൽക്കൊഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഷെഫ് പറഞ്ഞതുപോലെ ഒരു ടച്ചിങ്സ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കിഡു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ.